ഒരു നടിക്ക് നായികയായി തുടങ്ങി, പിന്നീട് അമ്മയായി മാറി, പിന്നീട് അമ്മയിൽ നിന്ന് ദേവതയായി മാറി, അങ്ങനെ ഒരു തലമുറയുടെ ഓർമ്മയായി മാറാൻ കഴിയുമോ? ഒരു നടി തമിഴ് സിനിമയിലെ എംജിആറിനും ശിവാജി ഗണേശനും ഒപ്പം അഭിനയിക്കുന്നു. മലയാളത്തിൽ പ്രേം നസീർ മുതൽ മമ്മൂട്ടിയും മോഹൻലാലും വരെയുള്ള തലമുറകളോടൊപ്പം അഭിനയിക്കുന്നു. തെലുങ്കിലും കന്നഡയിലും ഒരുപോലെ തിളങ്ങുന്നു. 100 അല്ല, 200 അല്ല, 500-ലധികം സിനിമകൾ. അതിലും കൗതുകകരമായ മറ്റൊരു കഥയുണ്ട്. സിനിമയിൽ തിളങ്ങി നിന്ന കാലത്ത് സ്വന്തം വിമാനം വരെ ഉണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു നടി. എന്നാൽ ഇന്ന് അവരുടെ പേരിനോടൊപ്പം ആദ്യം ഓർമ്മ വരുന്നത് സമ്പത്തോ പ്രശസ്തിയോ അല്ല, ആ പുഞ്ചിരിയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഒരു പേര് ലഭിച്ചത്, പുന്നഗൈ അരസി, പുഞ്ചിരിയുടെ റാണി. ഇന്ന് നമുക്ക് അറിയാൻ ശ്രമിക്കാം KR വിജയയുടെ അതിശയിപ്പിക്കുന്ന ജീവിതകഥ. 1948 നവംബർ 30 മലയാളി കുടുംബത്തിൽ ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നു. പേര് ദേവനായികി. പിതാവ് രാമചന്ദ്രൻ നായർ. സൈനിക ജീവിതവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന അദ്ദേഹം നാടകവേദിയുമായും ബന്ധപ്പെട്ടിരുന്നു. പ്രശസ്ത നടൻ MR രാധയുടെ നാടക സംഘവുമായി പിതാവിനുണ്ടായിരുന്ന ബന്ധം ദേവനായികയുടെ ബാല്യത്തിലും അഭിനയത്തിന്റെ വിത്ത് വിതറി. അവൾക്ക് അഭിനയത്തോട് താല്പര്യം വളർന്നു. നൃത്തം, നാടകം, സ്റ്റേജ് പരിപാടികൾ ഇവയിലൂടെയായിരുന്നു ആദ്യകാല യാത്ര. അന്ന് ആരും കരുതിയിരുന്നില്ല ഈ പെൺകുട്ടി ഒരിക്കൽ ദക്ഷിണേന്ത്യൻ സിനിമയിലെ ഏറ്റവും ദീർഘകാലം നിലനിന്ന നായികമാരിൽ ഒരാളായി മാറുമെന്ന്. പക്ഷെ ജീവിതത്തിൽ ചില അവസരങ്ങൾ വരും. അത് അവസരമാണെന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ അത് നമ്മുടെ ജീവിതം മാറ്റിക്കഴിഞ്ഞിരിക്കും. ദേവനായികയുടെ ജീവിതത്തിലും അങ്ങനെ ഒരു നിമിഷം വന്നു. ഒരു കലണ്ടറിന് വേണ്ടി എടുത്ത ഒരു ചിത്രം, വെറും ഒരു ഫോട്ടോ. പക്ഷെ ആ ചിത്രമാണ് ഒരു സംവിധായകന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയത്. പ്രശസ്ത തമിഴ് സംവിധായകൻ KS ഗോപാലകൃഷ്ണൻ ആ മുഖം കണ്ടു. അദ്ദേഹത്തിന് ആ പെൺകുട്ടിയിൽ ഒരു സിനിമാ നടി ഒളിഞ്ഞിരിക്കുന്നതായി തോന്നി. അങ്ങനെ ദേവനായികയ്ക്ക് ലഭിച്ചു കർപ്പകം സിനിമയിൽ നായികയായി അരങ്ങേറ്റം. ഇന്നത്തെ കാലത്ത് ഒരു പുതുമുഖത്തിന് ആദ്യ സിനിമയിൽ തന്നെ നായികയാക്കുന്നത് വലിയ കാര്യമാണ്. പക്ഷെ 60കളുടെ തുടക്കത്തിൽ അത് അതിലും വലിയ സംഭവമായിരുന്നു. അതിലും വലിയ അത്ഭുതം, ആദ്യ സിനിമ തന്നെ വിജയിച്ചു. ഒരു പുതുമുഖം ആദ്യ സിനിമ, നായിക, അതും വലിയ വിജയം. KR വിജയയുടെ സിനിമാ ജീവിതത്തിന്റെ ആദ്യ അധ്യായം തന്നെ ഒരു സിനിമാ കഥ പോലെയായിരുന്നു. കർപ്പകം ഒരു കുടുംബകഥയായിരുന്നു. സ്നേഹം, ബന്ധങ്ങൾ, കുടുംബത്തിന്റെ മാനസിക സംഘർഷങ്ങൾ, ത്യാഗം, ഇവയെല്ലാം ചേർന്ന കഥ. KR വിജയ അവതരിപ്പിച്ച കർപ്പകം ഒരു കുടുംബത്തിന്റെ ഹൃദയമായിരുന്നു. അവളുടെ കഥാപാത്രത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രത്യേകത സ്നേഹം, കുടുംബത്തോടുള്ള സ്നേഹം, ഭർത്താവിനോടുള്ള സ്നേഹം, കുട്ടിയോടുള്ള സ്നേഹം. ആ സ്നേഹവും ത്യാഗവുമാണ് പിന്നീട് KR വിജയയുടെ സിനിമാ ഇമേജിന്റെ അടിത്തറയായി മാറിയത്. കാരണം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അതേ മുഖം തന്നെ പ്രേക്ഷകർ അമ്മയായി കാണാൻ തുടങ്ങി, പിന്നീട് ദേവതയായും. കർപ്പകം വിജയിച്ചതോടെ അവസരങ്ങൾ ഒഴുകിയെത്തി. ഇതയകമലം, സെൽവം, ഇരുമലർകൾ, സരസ്വതി ശപഥം, അങ്ങനെ 60കൾ KR വിജയയുടെ കാലമായി മാറി. അവൾക്കൊപ്പം അഭിനയിച്ചത് ആരൊക്കെയായിരുന്നു? MG രാമചന്ദ്രൻ, ശിവാജി ഗണേശൻ, ജെമിനി ഗണേശൻ, പിന്നീട് തെലുങ്കിൽ NT രാമറാവു അടക്കമുള്ള പ്രമുഖ താരങ്ങൾ. ഒരു ഘട്ടത്തിൽ തമിഴ് സിനിമയിലെ മുൻനിര നായികമാരുടെ പട്ടികയിൽ KR വിജയ സ്ഥിര സാന്നിധ്യമായി മാറി. 1967 ഒരു പ്രത്യേക വർഷമായിരുന്നു. ആ വർഷം അവർ 18 സിനിമകളിൽ അഭിനയിച്ചുവെന്നാണ് ചരിത്രം പറയുന്നത്. 18 സിനിമകൾ. ഒരു നടിയുടെ തിരക്കിനെ കുറിച്ച് അതിൽ കൂടുതൽ എന്ത് പറയണം? പക്ഷെ അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത സൗന്ദര്യം മാത്രമായിരുന്നില്ല, പുഞ്ചിരിയായിരുന്നു. ആ പുഞ്ചിരിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതിൽ ഗ്ലാമർ ഉണ്ടായിരുന്നു. അതേസമയം ഒരു കുടുംബിനിയുടെ നിഷ്കളങ്കതയും ഉണ്ടായിരുന്നു. അതാണ് പിന്നീട് അവർക്ക് ആ പേര് സമ്മാനിച്ചത്, പുന്നഗൈ അരസി. സരസ്വതി ശപഥം എന്ന സിനിമ. സരസ്വതി, ലക്ഷ്മി, പാർവതി, 3 ദേവിമാരെ ചുറ്റിപ്പറ്റിയ പുരാണ കഥ. KR വിജയ അവതരിപ്പിച്ചത് സരസ്വതി ദേവിയെ. ഇവിടെയാണ് അവരുടെ കരിയറിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുന്നത്. പ്രേക്ഷകർ ഇനി അവരെ വെറും നായികയായി കാണുന്നില്ല. ദൈവികമായ മുഖം, അവരുടെ കണ്ണുകളിലെ ഭാവം, മുഖത്തെ ശാന്തത, പുഞ്ചിരി, ഇതെല്ലാം ചേർന്നപ്പോൾ ദേവതാ കഥാപാത്രങ്ങൾക്ക് അവർ സ്വാഭാവികമായ ഒരു തിരഞ്ഞെടുപ്പായി മാറി. പിന്നീട് നിരവധി ഭക്തി ചിത്രങ്ങളിൽ അവർ ദൈവിക കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ഒരു നടി കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു, പക്ഷെ ചിലപ്പോൾ പ്രേക്ഷകർ ആ കഥാപാത്രത്തെ വിശ്വസിക്കുന്നു. KR വിജയയുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചു. തമിഴിൽ സൂപ്പർ താരമായി കൊണ്ടിരിക്കുമ്പോഴാണ് KR വിജയ മലയാള സിനിമയിലും സജീവമാകുന്നത്. മണവാട്ടി അവരുടെ ആദ്യ മലയാള ചിത്രങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ മലയാളികൾക്ക് കൂടുതൽ ഓർമ്മയിൽ നിൽക്കുന്ന ചിത്രങ്ങളിൽ ഒന്ന് ഓടയിൽ നിന്നാണ്. P കേശവദേവിന്റെ പ്രശസ്തമായ നോവലിനെ ആസ്പദമാക്കിയ ചിത്രം. റിക്ഷ വലിക്കുന്ന പപ്പുവിന്റെ ജീവിതം, അവൻ വളർത്തുന്ന പെൺകുട്ടി, ദാരിദ്ര്യം, സ്നേഹം, ത്യാഗം, മനുഷ്യബന്ധങ്ങൾ. മലയാള സിനിമയിലെ ക്ലാസിക്കുകളുടെ പട്ടികയിൽ ഇന്നും ഓർമ്മിക്കപ്പെടുന്ന ചിത്രം. KR വിജയുടെ അഭിനയ ജീവിതത്തിലും ഈ ചിത്രം ഒരു പ്രധാന അധ്യായമായി. എന്നാൽ കൊടുങ്ങല്ലൂരമ്മ എന്ന ചിത്രം KR വിജയുടെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലുകളിൽ ഒന്നാണ്. പ്രശസ്ത നിർമ്മാതാവും സംവിധായകനുമായ കുഞ്ചാക്കോ ഉദയ സ്റ്റുഡിയോയുടെ ബാനറിൽ ഒരുക്കിയ പുരാണ ചരിത്ര ചിത്രം ഇന്നും മലയാളി മനസ്സുകളിൽ ഭക്തിയുടെ പ്രതീകമാണ്. ഇളങ്കോ അടികളുടെ പ്രശസ്ത തമിഴ് കാവ്യമായ ചിലപ്പതികാരത്തെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. കണ്ണകിയുടെയും കോവിലിന്റെയും കഥയാണിത്. പ്രേം നസീർ അവതരിപ്പിച്ച കോവിലൻ എന്ന വ്യാപാരി തന്റെ തെറ്റുകൾ തിരുത്തി ഭാര്യയായ KR വിജയ അവതരിപ്പിച്ച കണ്ണകിയുടെ അടുത്തേക്ക് തിരിച്ചെത്തുന്നു. ദാരിദ്ര്യം കാരണം കണ്ണകിയുടെ വിലപിടിപ്പുള്ള ചിലമ്പ് വിൽക്കാൻ അവർ മധുര നഗരത്തിലെത്തുമ്പോൾ രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ചു എന്നാരോപിച്ച് പാണ്ഡ്യരാജാവ്
കോവിലിനെ വധിക്കാൻ ഉത്തരവിടുന്നു. ഭർത്താവിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ രാജ്യസഭയിലെത്തുന്ന കണ്ണകി തന്റെ രണ്ടാമത്തെ ചിലമ്പ് പൊട്ടിച്ച് സത്യം വെളിപ്പെടുത്തുന്നു. നീതി നടപ്പാക്കാത്തതിൽ ക്രോധാകുലയായ കണ്ണകി മധുരാ നഗരം മുഴുവൻ കരിച്ചു കളയുന്നു. പിന്നീട് ശാന്തയായ കണ്ണകി കൊടുങ്ങല്ലൂരിലെത്തി ഭഗവതിയായി അഥവാ കൊടുങ്ങല്ലൂരമ്മയായി മാറിയെന്നാണ് ഐതിഹ്യം. ആ ഐതിഹ്യമാണ് ഈ ചിത്രം ദൃശ്യവൽക്കരിച്ചത്. ഒരു സാധാരണ വീട്ടമ്മയിൽ നിന്നും രൗദ്രഭാവമുള്ള ദേവതയിലേക്കുള്ള കണ്ണകിയുടെ ഭാവപകർച്ച KR വിജയ അതീവ ഗംഭീരമായാണ് അവതരിപ്പിച്ചത്. രാജ്യസഭയിൽ ചിലമ്പ് പൊട്ടിച്ചുകൊണ്ട് പാണ്ഡ്യരാജാവിനോട് തർക്കിക്കുന്ന രംഗത്തിലെ അവരുടെ കണ്ണുമിഴിച്ചുള്ള രൗദ്രഭാവവും പിന്നീട് കൊടുങ്ങല്ലൂരിൽ എത്തുമ്പോഴുള്ള ശാന്തവും ഭക്തിസാന്ദ്രവുമായ മുഖഭാവവും മലയാള ചലച്ചിത്ര ചരിത്രത്തിലെ സമാനതകളില്ലാത്ത പ്രകടനങ്ങളാണ്. തെന്നിന്ത്യയിൽ KR വിജയയ്ക്ക് ദേവതാവേഷങ്ങളുടെ രാജ്ഞി എന്ന പേര് ഉറപ്പിച്ചു കൊടുത്തത് ഈ ചിത്രമാണ്. പിന്നീട് അവർ പല തലമുറകളിലെ നായകന്മാരോടൊപ്പം അഭിനയിച്ചു. പ്രേം നസീർ, മധു, സത്യൻ, പിന്നീട് മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയവരോടൊപ്പം. സിനിമാ ജീവിതം ഉയരങ്ങളിലേക്ക് പോകുന്ന സമയത്ത് KR വിജയ വിവാഹിതയായി. ഭർത്താവ് വേലായുധൻ നായർ. വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ടിരുന്ന അദ്ദേഹം പിന്നീട് കുടുംബജീവിതത്തിലെ പ്രധാന പിന്തുണയായി. വിവാഹത്തിന് ശേഷവും KR വിജയ സിനിമ ഉപേക്ഷിച്ചില്ല. അതൊരു വലിയ തീരുമാനമായിരുന്നു. കാരണം അന്നത്തെ കാലത്ത് വിവാഹം കഴിഞ്ഞാൽ നായികമാർ സിനിമയിൽ നിന്ന് പിന്മാറുന്നത് സാധാരണമായിരുന്നു. പക്ഷേ KR വിജയ തുടർന്നു. 1967 മകൾ ഹേമലത ജനിച്ചു. ഒരു വശത്ത് കുടുംബം, മറുവശത്ത് സിനിമ. അതേസമയം ഒരു വർഷം 18 സിനിമകൾ വരെ ചെയ്യുന്ന തിരക്ക്. ഇതൊരു നടിയുടെ പ്രൊഫഷണൽ വിജയം മാത്രമല്ല, ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ വലിയ ബാലൻസിംഗ് ആക്ട് കൂടിയായിരുന്നു. കാലം മാറി, പുതിയ നായികമാർ വന്നു, KR വിജയയുടെ കഥാപാത്രങ്ങളും മാറി. അവൾ ഇനി എല്ലായ്പ്പോഴും നായികയല്ല. പക്ഷെ അതിൻ്റെ അർത്ഥം അവർ പിന്നിലേക്ക് പോയി എന്നല്ല, മറിച്ച് അവർ പുതിയൊരു ശക്തിയായി മാറുകയായിരുന്നു. അമ്മ, ഭാര്യ, കുടുംബത്തിന്റെ താങ്ങ്, ദൈവിക മാതാവ്. 1990 ശ്രീകുമാരൻ തമ്പിയുടെ രചനയിൽ ഡെന്നിസ് ജോസഫ് സംവിധാനം ചെയ്ത അപ്പു എന്ന സിനിമയിൽ KR വിജയയുടെ വേഷം അതിമനോഹരമായിരുന്നു. ചിത്രത്തിൽ മംഗലത്തമ്മ എന്ന അതിശക്തമായ തറവാട്ടുകാരനവൃത്തിയുടെ വേഷമാണ് KR വിജയ അവതരിപ്പിച്ചത്. കഥയിലെ വില്ലൻ കഥാപാത്രങ്ങളുമായി ബന്ധമുള്ള എന്നാൽ നീതിയുടെയും സത്യത്തിന്റെയും കൂടെ നിൽക്കുന്ന പ്രൗഢിയുള്ള ഒരു അമ്മ വേഷമായിരുന്നു ഇത്. ഗ്രാമത്തിൽ വലിയ സ്വാധീനമുള്ള ഈ കഥാപാത്രം സിനിമയിലെ നിർണായകമായ പല തിരിവുകൾക്കും കാരണമാകുന്നുണ്ട്. നായകൻ മോഹൻലാലിനോടൊപ്പം തുല്യ പ്രാധാന്യമുള്ള വൈകാരിക രംഗങ്ങളിൽ KR വിജയയുടെ പ്രകടനം മികച്ചു നിന്നു. ശാന്തതയും അതേസമയം തറവാട്ട് മഹിമയുടെ ഗാംഭീര്യവും ഒരുപോലെ പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു അവരുടെ ഡയലോഗ് ഡെലിവറിയും മുഖഭാവങ്ങളും. സാധാരണ കണ്ടുവരുന്ന കരഞ്ഞു വിളിക്കുന്ന അമ്മ വേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ആജ്ഞാശക്തിയുള്ള ഒരു സ്ത്രീ രൂപമായാണ് അവർ ഈ ചിത്രത്തിൽ തിളങ്ങിയത്. തെന്നിന്ത്യൻ സിനിമയിലെ തങ്ങളുടെ മുൻകാല നായികയായിരുന്ന KR വിജയയുടെ ഈ വേഷം അമ്മ മുത്തശ്ശി വേഷങ്ങളിലേക്കുള്ള അവരുടെ ശക്തമായ ചുവടുവെപ്പുകളിൽ ഒന്നായി ഇന്നും പ്രേക്ഷകർ ഓർക്കുന്നു. ഇതാണ് KR വിജയയുടെ കരിയറിലെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്ന്. പല നടിമാരും നായികാ പദവി അവസാനിച്ചതോടെ സിനിമയിൽ നിന്ന് അപ്രത്യക്ഷരായി. KR വിജയ അങ്ങനെ ചെയ്തില്ല. അവർ കഥാപാത്രത്തെ മാറ്റി. തങ്ങളുടെ താരമൂല്യം നഷ്ടപ്പെടാതെ ഭരതൻ സംവിധാനം ചെയ്ത മലയാള ചിത്രം ഇത്തിരി പൂവേ ചുവന്ന പൂവേ. മമ്മൂട്ടി, റഹ്മാൻ, ശോഭന, മധു, KR വിജയ. താരനിര തന്നെ ശ്രദ്ധേയമായിരുന്നു. ഇതിൽ KR വിജയ അവതരിപ്പിച്ചത് മീനാക്ഷി എന്ന കഥാപാത്രം. ഒരു അമ്മയുടെ വേദന, കുടുംബ ബന്ധങ്ങളുടെ സംഘർഷം, മക്കളോടുള്ള സ്നേഹം, ഇവയെല്ലാം അവരുടെ പ്രകടനത്തിൽ ശക്തമായി പ്രത്യക്ഷപ്പെട്ടു. ഈ ചിത്രത്തിലെ അഭിനയത്തിന് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ 2ാം മികച്ച നടിക്കുള്ള അംഗീകാരം ലഭിച്ചു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ്. കാരണം അന്ന് KR വിജയ തമിഴിൽ ഇതിനകം തന്നെ ഒരു വലിയ താരമായിരുന്നു. എന്നിട്ടും മലയാളത്തിൽ ഒരു പുതിയ തലമുറയിലെ അഭിനേതാക്കൾക്കൊപ്പം അഭിനയിച്ച് വീണ്ടും പുരസ്കാരം നേടി. ഇതാണ് ഒരു നടിയുടെ ലോങ്ജിവിറ്റി. KR വിജയയുടെ പുരസ്കാര പട്ടിക നോക്കിയാൽ അവരുടെ കരിയറിന്റെ വ്യാപ്തി മനസ്സിലാകും. തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം, വീണ്ടും ഫിലിം ഫെയർ സ്പെഷ്യൽ അവാർഡ്, കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം, തെലുങ്കിലെ സ്പെഷ്യൽ ജൂറി അംഗീകാരം, തമിഴ്നാട് സർക്കാരിന്റെ കലൈമാമണി, പിന്നീട് ഫിലിം ഫെയർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്. ഒരു ചിത്രത്തിനല്ല, ഒരു കഥാപാത്രത്തിനല്ല, ഒരു ജീവിതകാലത്തെ സിനിമാ സംഭാവനയ്ക്ക്. 2013 കേരള ഫിലിം ക്രിട്ടിക്സ് അസോസിയേഷന്റെ ചലച്ചിത്ര രത്നം പുരസ്കാരവും ലഭിച്ചു. ഇത്രയും പുരസ്കാരങ്ങൾക്കിടയിലും ഒരു കൗതുകം, ദേശീയ ചലച്ചിത്ര പുരസ്കാരം KR വിജയ്ക്ക് ലഭിച്ചിട്ടില്ല. പക്ഷെ അതുകൊണ്ട് അവരുടെ സംഭാവനയുടെ വലിപ്പം കുറയുന്നില്ല. കാരണം ഒരു പുരസ്കാരത്തെക്കാൾ വലിയ അംഗീകാരം ചിലപ്പോൾ പ്രേക്ഷകരാണ് നൽകുന്നത്. അത് തന്നെയാണ് 6 പതിറ്റാണ്ടിലേറെ അവർക്ക് ലഭിച്ചത്. ഇനി KR വിജയുടെ ജീവിതത്തിലെ ഏറ്റവും കൗതുകകരമായ കഥകളിലൊന്ന് സ്വന്തമായി വിമാനമുണ്ടായിരുന്ന നടി. 1970-80 കാലഘട്ടം. ഇന്ന് വലിയ താരങ്ങൾക്ക് സ്വകാര്യ ജെറ്റുകൾ സാധാരണ വാർത്തയാണ്. പക്ഷെ അന്ന് ഒരു നടിക്ക് സ്വന്തം വിമാനമുണ്ടായിരുന്നു എന്ന് തന്നെ വലിയ വാർത്ത. KR വിജയ്ക്ക് സ്വന്തമായി സ്വകാര്യ വിമാനമുണ്ടായിരുന്നുവെന്ന് നിരവധി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. ഒരു സാധാരണ മലയാളി കുടുംബത്തിൽ നിന്നെത്തിയ പെൺകുട്ടി തെന്നിന്ത്യൻ സിനിമയിലെ മുൻനിര താരമായി. എന്നിരുന്നാലും KR വിജയുടെ ജീവിതത്തിലെ വേദന നിറഞ്ഞ അധ്യായം എന്നത് ഭർത്താവ് വേലായുധൻ നായരുടെ വിയോഗമായിരുന്നു. വർഷങ്ങളോളം കൂടെയുണ്ടായിരുന്ന ജീവിത പങ്കാളിയെ നഷ്ടപ്പെട്ടു. സിനിമയിൽ അവർ ആയിരക്കണക്കിന് വികാരങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. സന്തോഷം, ദുഃഖം, വിരഹം, കണ്ണുനീർ. പക്ഷേ ജീവിതത്തിലെ ചില
വേദനകൾക്ക് അഭിനയിക്കാൻ അറിയില്ല. അവ അനുഭവിച്ചേ മതിയാകൂ. ആ നഷ്ടവും KR വിജയ ജീവിതത്തിന്റെ മറ്റൊരു അധ്യായമായി സ്വീകരിച്ചു. സിനിമയിൽ നിന്ന് അകന്നു പോകാതെ KR വിജയ ടെലിവിഷനിലേക്കും എത്തി. ഭക്തിപരമായ സീരിയലുകളിൽ അവർക്ക് നിരവധി വേഷങ്ങൾ ലഭിച്ചു. അവിടെ വീണ്ടും അമ്മ, ദേവത, മാതൃ സാന്നിധ്യം അവരുടെ മുഖത്തിന് ഈ കഥാപാത്രങ്ങൾ സ്വാഭാവികമായി ചേരുകയായിരുന്നു. 2011 തെലുങ്ക് ചിത്രം ശ്രീരാമരാജ്യം പോലുള്ള സിനിമകളിലും അവർ വീണ്ടും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിലെത്തി. അതായത് 1963 സിനിമയിലെത്തിയ നടി 2010കളിലും സ്ക്രീനിലുണ്ടായിരുന്നു. ഇതാണ് KR വിജയുടെ ഏറ്റവും വലിയ റെക്കോർഡ്. ഇന്ന് KR വിജയ പഴയ കാലത്തെ പോലെ സിനിമയിൽ സജീവമല്ല. പക്ഷെ അവർ സിനിമയിൽ നിന്ന് പൂർണ്ണമായി അപ്രത്യക്ഷയായിട്ടില്ല. അടുത്ത കാലത്തും ടെലിവിഷൻ പരിപാടികളിലും സീരിയലുകളിലും അവരുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2023 അഭിമുഖത്തിൽ അവർ തന്റെ നീണ്ട അഭിനയ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയും സ്വാഭാവികതയാണ് അഭിനയത്തിന്റെ ഏറ്റവും പ്രധാനമെന്ന് പറയുകയും ചെയ്തു. അത് കേൾക്കുമ്പോൾ അവരുടെ ജീവിതം തന്നെ അതിന് ഉദാഹരണമായി തോന്നും. കാലം മാറി, സിനിമ മാറി, പക്ഷേ KR വിജയുടെ പുഞ്ചിരി മാറിയില്ല. ഒരു കലണ്ടറിലെ ചിത്രം ഒരു സംവിധായകന്റെ കണ്ണിൽപ്പെട്ടു. അതൊരു സിനിമയായി. ആ സിനിമ ഒരു വിജയമായി. ആ വിജയം ഒരു കരിയറായി. ആ കരിയർ ഒരു ചരിത്രമായി. ദേവനായകി KR വിജയയായി, നായികയായി, സൂപ്പർ താരങ്ങളുടെ നായികയായി, ദേവതയായി, അമ്മയായി, ടെലിവിഷൻ താരമായി, അവസാനം ഒരു തലമുറയുടെ ഓർമ്മയായി. അവരുടെ ജീവിതം നമ്മോട് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. സിനിമയിൽ നിലനിൽക്കാൻ സൗന്ദര്യം മാത്രം പോരാ, പ്രശസ്തി മാത്രം പോരാ, താരമൂല്യം മാത്രം പോരാ, കാലത്തിനൊപ്പം സ്വയം മാറ്റാനുള്ള കഴിവ് വേണം. അതാണ് KR വിജയ ചെയ്തത്. 60 വർഷങ്ങൾ കഴിഞ്ഞിട്ടും പേര് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ഒരു പുഞ്ചിരിയാണ്. അതുകൊണ്ടാണ് KR വിജയ ഒരു നടി മാത്രമല്ല, ഒരു കാലഘട്ടത്തിന്റെ പുഞ്ചിരിയാണ്. പുന്നകൈ അരസി, പുഞ്ചിരിയുടെ റാണി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഇതിഹാസ താരത്തോടൊപ്പമുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.